മാളൂട്ടി, അച്ഛൻ വന്നില്ല. നമുക്ക് അപ്പത്തേക്കും പോയി കളിക്കാവാ. ഫസ്റ്റ് 2 ഉള്ളി ഇടണം, എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇടണം, എന്നിട്ട് അതിൽ 1 ചിക്കനും കൂടെ ഇടണം, എന്നിട്ട് അതിലേക്ക് ഒരു കുഞ്ഞു ചിക്കനും കൂടി ഇടണം. പിന്നെ അതിലേക്ക് ഇല ഇടണം. ഇല ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ചേട്ടയ്ക്ക് തരാട്ടോ. അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരാണ്ടിരിക്കൂല. ബാ മാളൂട്ടി, നമുക്ക് കളിക്കാം. ചേട്ടായി, അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവോ? അച്ഛനിപ്പോ തന്നെ വരും മാളൂട്ടി. വാ മക്കളെ, അച്ഛൻ നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വാ. അതൊരു സർപ്രൈസ് ആണ്. സൂപ്പർ സാധനമാണ് നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ കൊണ്ടു നിൽക്കണത്. ഇപ്പൊ കാണിച്ചു തരാടാ. ഹായ് ചക്ക, ചക്ക, ചക്ക. ഹായ്. ഓ, നല്ല വലുതാണല്ലോ ഈ ചക്ക.
ആ ഇതേ അച്ഛന്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് വേണ്ടി തന്നുവിട്ട ചക്ക. നിങ്ങക്ക് ഈ ചക്കയില്ലേ, ഈ ചക്ക എത്ര ആൾക്കാരുടെ വിശപ്പകച്ചയുടെ ചക്കയാണെന്ന് അറിയാമോ? പണ്ടൊക്കെ ആൾക്കാർക്ക് തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത സമയത്തെ ഈ ചക്കയൊക്കെ മുറിച്ച് തിന്നും ആളുകൾ. ചക്ക മുറിച്ച് തിന്നാണ് വിശപ്പൊക്കെ മാറ്റണത്. അന്ന് ആ കാലഘട്ടത്തില് അന്ന് അരിയില്ല, ഒന്നുമില്ല. ആ സമയത്ത് ചക്ക കൊണ്ടുവന്ന ഈ ചക്കയുടെ ഈ കുനി ഇത് മാത്രം ചെത്തി കളഞ്ഞിട്ട് ചക്ക വെട്ടി പുഴുങ്ങി എല്ലാം കഴിക്കും ആൾക്കാർക്ക്. ചക്കക്കുരു തിന്നും, ചക്കയുടെ ചവണി തിന്നും, ചക്ക തിന്നും. ചവണി എന്ന് വെച്ചാൽ ചക്കയുടെ ഉള്ളിൽ സാധനം, ചക്കക്കുരു ഈ ചക്കപ്പഴത്തിന്റെ ഉള്ളിൽ കുറച്ച്, അതാണ് ചവണി. ഇതെല്ലാം ഒന്നും കളയൂല, ഈ തൊണ്ട് മാത്രം ചെത്തി കളഞ്ഞ് നമ്മളൊരു കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാ സാധനവും തന്നെയാണ് നമ്മുടെ ചക്ക. ചക്ക ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ പ്ലാവ് ഉണ്ടെങ്കിൽ അവിടെ പട്ടിണിയില്ല, ഒന്നുമില്ല. അതാണ് ഈ ചക്ക. ആളുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഈ ചക്ക. അതിന്റെ വിശപ്പൊക്കെ ഇപ്പൊ മാറൂട്ടാ. ഇത്ര ദൂരം അച്ഛൻ അത് എങ്ങനെ പിടിച്ചോണ്ട് വന്നേ? അന്ന് നല്ല കനമുണ്ടായിനെ. എങ്ങനെയാ ചെയ്ത് പിടിച്ചോണ്ട് വന്നേ? മോനെ, മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മമാര് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സഹിക്കും. ഇപ്പൊ ഈ ചക്ക എത്ര ദൂരത്തു നിന്നായാലും നിങ്ങൾക്ക് വിശക്കുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, വിശപ്പ് ഇപ്പൊ മക്കൾക്ക് ഉണ്ടെങ്കിൽ അച്ഛനമ്മമാര് എവിടെ നിന്നായാലും എന്തെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരും. അപ്പൊ ഈ ചക്ക എത്ര വലുതാണെങ്കിലും മക്കൾക്ക് വിശക്കുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടുവരും. അതാണ് അച്ഛന് മക്കളോടുള്ള സ്നേഹം. മക്കൾക്ക് അപ്പൊ അച്ഛനമ്മമാരോട് നല്ല സ്നേഹമുണ്ട്. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തില് മക്കള് അച്ഛനമ്മമാരെ നോക്കാതെ അവരെ തന്നിഷ്ടപ്രകാരം ജീവിക്കും. ഇത്ര നാളും വളർത്തിയ ഈ മക്കള് അച്ഛനമ്മമാർക്ക് വയസ്സാവുമ്പോ അവര് ഒറ്റക്കിട്ടിട്ട് പോവാ. വല്ല അനാഥ മന്ദിരത്തിലോ അവിടെയൊക്കെ കൊണ്ടുവന്നാക്കി അച്ഛനമ്മമാരൊക്കെ ഒറ്റക്ക് താമസിക്കുക കേരളത്തിൽ. ഒരാളുടെ അച്ഛനമ്മമാരോടൊപ്പം മക്കളില്ല. എല്ലാ മക്കളും അവരുടെ സുഖം തേടി പോയേക്കാം. മക്കളായി കഴിഞ്ഞാൽ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക. നമ്മൾ ഈ പ്ലാവ് കൊണ്ട് ഈ ചക്കയൊക്കെ തന്ന് സംരക്ഷിച്ചില്ലേ, അതേപോലെ തന്നെ പിള്ളേരെല്ലാം വലുതായി കഴിഞ്ഞാൽ മാതൃകയായിട്ട് എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും വയസ്സായ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പം പിള്ളേര് വേണം അവരെ നോക്കാൻ. റെഡി റെഡി റെഡി.